ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ടൊബാക്കോ മൊസൈക്ക് വൈറസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ റൊസാലിൻ്റെ ഓൾറെഡി പേപ്പർ പബ്ലിഷ് ചെയ്തു. വാട്സൺ ആൻഡ് ക്രിക്ക് ദേ ആർ റെഡി ടു പബ്ലിഷ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്യാണ്, വാട്സനും ക്രിക്കും ഒരു 1953 ആയ സമയത്ത് അവർ ഓൾറെഡി അവരുടെ പേപ്പർ പബ്ലിഷ് ചെയ്തു. നേച്ചർ എന്ന് പറയുന്നതിലാണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയമാകുമ്പോഴേക്കും റൊസാലിൻ്റെ കിങ്സ് കോളേജ് വിട്ടിട്ട് വേറൊരു പുതിയ പോസ്റ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അണ്ടർ പ്രൊഫസർ JD ബേണൽ ബിർബർഗ് എന്ന് പറയുന്ന ബിർബർഗ് കോളേജിലോട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ബിർബർഗ് ലാബിലായിരുന്നു അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഹി വാസ് സംവൺ വൂസ് റൊസാലിൻ കുഡ് റെസ്പെക്ട് ആസ് എ സയൻറ്റിസ്റ്റ്. മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും പോലെ ആയിരുന്നില്ല. പാരീസ് ഇസ് ഗുഡ് പ്ലേസ് ഫോർ ഹർ. പക്ഷേ എന്നാലും ഇവിടെയുള്ള ഒരു സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഇവളെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള JD ബേണൽ ആയാലും ആരായാലും. ബട്ട് ഷീ വുഡ് ഹാവ് ഫൗണ്ട് ഹിസ് ഡോഗ്മാറ്റിക് പൊളിറ്റിക്കൽ വ്യൂസ് അൺഅട്രാക്റ്റീവ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനോട് ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം കമ്മ്യൂണിസത്തിൽ ഒരു ഓൾഡ് ഫാഷൻ കമ്മ്യൂണിസം ആയിരുന്നു അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ റൊസാലിൻ്റെ ആയിക്കോട്ടെ വളരെയധികം സോഷ്യലിസം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നിരുന്നാലും വളരെയധികം വിമൻ സ്റ്റുഡൻസിനോട് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു നമ്മുടെ JD ബേണൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് നമ്മൾ റൊസാലിൻഡിനെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ ഇവിടെ ഇവർ അതായത് ഈ ഒരു ലാബിൽ ഇവർ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ടൊബാക്കോ മൊസൈക്ക് വൈറസിനെ കുറിച്ചിട്ടായിരുന്നു. അത് 1935 ബേണൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ആ ഒരു വൈറസിനെ കുറിച്ചിട്ടുള്ള പഠനം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവരുടെ ലാബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് 5th ഫ്ലോറിൽ ഒരു വളരെയധികം ഇടുങ്ങിയായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റൂമിൽ ആയിരുന്നു. അപ്പോൾ ഒരിക്കൽ ആ ഒരു സ്മോൾ ലാബ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ NA പേപ്പറും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എത്ര ചുരുങ്ങിയ സ്ഥലമാണെന്നുണ്ടെങ്കിലും ഷി വാസ് വെരി ഹാപ്പി ദർ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാവുകയൊക്കെ ചെയ്യുകയാണ്. അത് മാത്രമൊന്നുമല്ല, എക്സ്റേ ക്യാമറയും കാര്യങ്ങളൊക്കെ സെമി ബേസ്മെൻറ്റിലൊക്കെ ആയിരുന്നു കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് റിസർച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിനെയും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നത് അവിടെയുള്ള ടീം ഈ ടൊബാക്കോ മൊസൈക്ക് വൈറസിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ റൊസാലിൻഡ് ആയിരുന്നു. വളരെയധികം എന്തൂസിയാസത്തോടു കൂടിയായിരുന്നു അവരെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. 4.5 വർഷത്തോളം അവരെന്ത് ചെയ്തു, ബിർബർഗിൽ വർക്ക് ചെയ്തു. അതിൽ 17ഓളം പേപ്പേഴ്സ് അവർ അതിൻ്റെ ഇടയിൽ പബ്ലിഷ് ചെയ്തു. 3 അവർ മരിച്ചതിന് ശേഷമാണ് പബ്ലിഷ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ 17 പേപ്പർ ആ ഒരു 4 വർഷത്തോളം കൊണ്ട് അവർ പബ്ലിഷ് ചെയ്തു പറഞ്ഞാൽ എത്രത്തോളം അവർ ഒരു റെസ്റ്റ് ഇല്ലാതെ റിസർച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറയുന്നത് ഈ റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ വളരെ സീരിയസ് ആയിട്ട് ഇല്ലെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലായിരുന്നു അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്രത്തോളം വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവരുടെ കൂട്ടത്തിൽ അക്കമ്പനി ചെയ്യാൻ ആരൻ ക്ലഗ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. 1954 തൊട്ടിട്ടായിരുന്നു അവരുണ്ടായിരുന്നത്. ഇവർ ജോയിൻ ചെയ്തതിൻ്റെ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാവും വന്നിട്ടുണ്ടാവുക. അപ്പോൾ റൊസാലിൻഡ് അദ്ദേഹത്തിന് ഒരു ഐഡിയൽ വർക്ക് പാർട്ട്ണർ, ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു നമുക്കിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കൊളീഗ് ആയിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മിക്ക പബ്ലിഷ് ചെയ്യുന്ന റിസർച്ചിൻ്റെ കൂട്ടത്തിലും ആരൻ ക്ലഗും കൂടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 1957 ഒരു സമ്മറിൽ അവർക്ക് വല്ലാണ്ട് കൂടിയ സമയത്ത് ഒരിക്കലും റൊസാലിൻഡ് NA പേപ്പറിൻ്റെ 4 ചെറിയ മക്കളെയും വിളിച്ചു ഒരു പിക്നിക്കിന് പോകാൻ വേണ്ടിയിട്ട് തെയിംസ് റിവറിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു മെമ്മറിയാണ്. അപ്പോൾ അവർ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡ്രൈ ഐസും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ മക്കൾക്ക് അതൊക്കെ ഭയങ്കര ഹാപ്പിയായി. കാരണം അതൊരു ഭയങ്കര ഒരു മാജിക്കൽ പോലെയാണ് കുട്ടികൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നെ റൊസാലിൻഡ് 1958 മരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവർ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് അവരുടെ കറേജ്, അവരുടെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഒരു ഭാഗം എൻഡ് ചെയ്യുന്നത്.